Wait a minute. അപ്പോൾ ഇന്ന് ലഞ്ചിന് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ആദ്യത്തെ ടിഫിൻ ഉണ്ടെന്ന് നോക്കാം. ആദ്യം 1, 2, 3, 4, ഇതിൽ തീർന്നില്ല, 5, പിന്നെ ഇത് 6. അപ്പോൾ എന്തൊക്കെയാണ് ടിഫിനിൽ നോക്കാം. മില്ലറ്റ് റൈസ് ആണ്. മില്ലറ്റ് റൈസ് എടുക്കാം. അതിനടിയിൽ അല്പം അച്ചാറിട്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിൽ പറ്റിയിരുന്നു, അതെടുത്തു. പിന്നെ ഇത് മത്തങ്ങ അരിശ്ശേരി, നമ്മുടെ ഫേവറേറ്റ് മത്തങ്ങ അരിശ്ശേരിയാണ്. മത്തങ്ങ നല്ലപോലെ ചതച്ച് ഉടച്ചെടുത്തതാണ്. ഇത് ക്യാരറ്റും ക്യാബേജും കൂടെ മിക്സ്, നല്ല ടേസ്റ്റിയാണത്. ഇത് തൈര് നമ്മൾ ബീറ്ററിട്ട് അടിച്ചെടുത്തതാണ്. പപ്പടം, നല്ല ഗുരുവായൂർ പപ്പടം എയർ ഫ്രയറിലിട്ട് ഫ്രൈ ചെയ്തത്. പിന്നെ ഇത് മോരുകറിയായിരുന്നു. ഇന്നലെ ഇച്ചിരി മോരുകറി ഉണ്ടായിരുന്നു, അപ്പോൾ അത് ബാക്കി വന്ന അതും കൊണ്ടുവന്നു ഗ്ലാസ് കഴിക്കാൻ എൻ്റെ കൂടെ. അപ്പോൾ ഇത് കൊണ്ടാട്ടമാണ്, പാലക്കാട് നാരായണൻ്റെ ടിഫിൻ കൊണ്ടാട്ടം. ഇത് ചീര കൂട്ടാനാണ് കേട്ടോ. ഇത് പ്രിപ്പറേഷൻ ചോദിക്കണം. ചീര പക്ഷേ നല്ല ടേസ്റ്റി കൂട്ടാണ്. ചോറാണ്. എന്തോ നാരായണൻ നല്ല മണം കിട്ടിയിട്ടുണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് ഫുഡ് കഴിച്ച് നോക്കാം. ആദ്യം അല്പം പപ്പടം എടുത്ത് പൊടിക്കാം. എയർ ഫ്രയറിൽ നല്ല ക്രിസ്പി ആയിട്ടുണ്ടായിട്ടുണ്ട്. നാട്ടിലെ പപ്പടം മാത്രമേ, ചില പപ്പടം മാത്രമേ ഇങ്ങനെ ഉണ്ടാകത്തുള്ളൂ, ചില പപ്പടം മോശമാണ്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനാണ് കറക്റ്റ്. ഇത് പിന്നെ ക്യാബേജ് തോരൻ എടുക്കാം, മത്തങ്ങ എരിശ്ശേരി എടുക്കാം. പിന്നെ അത് എണ്ണയിൽ വറുത്തുകൊണ്ടാണ് കുറച്ചെടുത്തത് ഞാൻ. കൊണ്ടാട്ടം. ഇത് ചീര കൂട്ടാൻ നല്ലതാണ്. അവരുടെ സ്റ്റൈലിലുണ്ടാക്കി, പാലക്കാട് സ്റ്റൈലിൽ നല്ല ടേസ്റ്റിയാണ്. എല്ലാം ഒന്ന് കഴിച്ച് നോക്കാം. നല്ല ടേസ്റ്റി കോമ്പിനേഷനാണ്. ചീരക്കൂട്ടൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. തൈര് ഒഴിക്കാൻ മറന്നുപോയായിരുന്നു, അതുകൊണ്ട് തൈര് ഒഴിച്ച് പിന്നെ കഴിച്ചത്. എന്തായാലും നല്ലൊരു ഊണായിരുന്നു.